ക്ലാക് ക്ലാക് ക്ലീ ക്ലീ നസ്രിയ തിരിഞ്ഞു നോക്കി. പക്ഷെ അന്ന് എനിക്കത് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇനി ആരെങ്കിലും ചോദിക്കുമ്പോൾ അത് പറയണ്ടേ, അതുകൊണ്ട് ഞാൻ ആലോചിച്ചു വേണോ വേണ്ടെന്ന് ആലോചിച്ചു. ശങ്കർ സാറിനോട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് സാറിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുക പറയുമ്പോൾ. എന്നേക്കാൾ കൂടുതൽ ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ടീമിൻ്റെ അടുത്താണ് വരുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയൊക്കെയാണ് കേട്ടോ. പണ്ടത്തെ ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഹാർട്ട് ത്രോപ്പ് എന്നൊക്കെ പറയാമല്ലോ. പണ്ടത്തെ നമ്മൾ കാണുമ്പോഴും അതെ കേട്ടോ, എനിക്ക് പ്രായത്തിൻ്റെ വെച്ചല്ല ഞാൻ പറഞ്ഞത്, നമ്മളൊരു സിനിമ കാണുമ്പോഴേ നമുക്കിങ്ങനെ ശരിക്കും ഒരു ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശങ്കർ സാറാണല്ലോ. അപ്പോൾ സാർ 1980 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞ സിനിമയിൽ വരുമ്പോൾ എല്ലാവരും പുതുമുഖങ്ങളായിരുന്നു, സാറടക്കം സിനിമയിൽ എല്ലാവരും. ഇപ്പതാ 26 അല്ല എത്ര വർഷം 46 വർഷത്തിന് ശേഷം സാർ ഇപ്പൊ ചെയ്ത സിനിമ എന്ന് പറയുന്നതും കുറേ പുതുമുഖങ്ങളാണ്. അപ്പോൾ അന്നത്തെ പുതുമുഖങ്ങളും ഇന്നത്തെ പുതുമുഖങ്ങളും അവരെ ഒരു ശരിക്കും എന്തൊക്കെയുണ്ട് വ്യത്യാസം എന്നൊക്കെ പറയാൻ സാറിന് പറ്റുമായിരിക്കുമല്ലോ. എങ്ങനെയുണ്ട് മാറ്റം? ഞാൻ ശരിക്കും ആ സിനിമയിലെ പുതുമുഖമല്ല. എനിക്ക് ഓൾറെഡി ഒരു തമിഴ് സിനിമ ഇറങ്ങി സൂപ്പർ ഹിറ്റായി ഓടിയ സാർ അന്ന് സൂപ്പർ ഹീറോ ആയിട്ടാണ് രാഗം എന്ന് പറയുന്ന ചിത്രം. അപ്പം അതിലെ പുതുമുഖങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പൂർണിമ ജയറാമും മോഹൻലാലും. ബാക്കി അതിൽ വേറെ കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. പ്രതാപചന്ദ്രനുണ്ട്, പിന്നെ ആനന്ദവല്ലി ഉണ്ട്, ആലമൂടൻ ചേട്ടനുണ്ട്. ഇവരൊന്നും പുതുമുഖങ്ങളല്ല, അവർ രണ്ടുപേരും പുതുമുഖങ്ങളായിരുന്നു. പക്ഷെ ബാക്കി ക്രൂ മെമ്പേഴ്സൊക്കെ പുതിയതായിരുന്നു. ഫാസിലായാലും ചെറിയ മുൽദേവായാലും പിന്നെ അശോക് കുമാർ ഫേമസ് ക്യാമറമാൻ ആയിരുന്നു. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ പുതിയ ആൾക്കാരായിരുന്നു. ആ കാലഘട്ടത്തിൽ ആ സിനിമ ഇപ്പം ഞാനും മലയാളത്തിൽ എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പം അങ്ങനെ എടുക്കാം നമുക്ക് 45 years മുമ്പ്. ശരിക്കും ഈ ഒരു ടീമുണ്ടല്ലോ, ഞാൻ ഈ ഫിലിമിൽ ഒരു ലേറ്റ് എൻട്രിയാണ് ശരിക്കും. ആക്ച്വലി ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നെ വിളിക്കുന്നത്. ബിക്കോസ് ഞാൻ എൻ്റെ പൂജയ്ക്ക് പോയ ആളാണ്. അപ്പോൾ പൂജയ്ക്ക് പോയപ്പോൾ ഇങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞതില്ല ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല. സസ്പെൻസ് ആയിട്ട് അവിടെ വെച്ച് ആലോചിച്ച് ഈ പടം ചെയ്യണോ വേണ്ടോ എന്ന്. എന്താ വെച്ചാൽ ഞാൻ പേര് ചോദിച്ചപ്പോൾ ക്ലാക് ക്ലാക് ക്ലീ ക്ലീ നസ്രിയ തിരിഞ്ഞു നോക്കി. പക്ഷെ അന്ന് എനിക്കത് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇനി ആരെങ്കിലും ചോദിക്കുമ്പോൾ അത് പറയണ്ടേ, അതുകൊണ്ട് ഞാൻ ആലോചിച്ചു വേണോ വേണ്ടെന്ന് ആലോചിച്ചു. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പേര്. ഒരു സൂപ്പർ പേര് ശരിക്കും. ഇവരൊക്കെ പുതുമുഖങ്ങളാണ്. പക്ഷെ ഇവർ ഈ സിനിമയിൽ ഇവരെല്ലാവരും, ഞാൻ ഇതിൻ്റെ ഡബ്ബിങ് അതിൽ കണ്ടതാണ്, ഇവരെല്ലാവരും വളരെ ഭംഗിയായിട്ടും നാച്ചുറലായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇത് സത്യം പറഞ്ഞാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഒരു ടീം വർക്ക് എന്ന് വലിയ പ്രൊഡക്ഷൻ കമ്പനിയായിരുന്നു അത്, നവോദയ പ്രൊഡക്ഷൻസ്. പക്ഷെ ഇത് ഒരു കൂട്ടായ്മയിൽ ചെയ്യുന്ന ഒരു സിനിമ. ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ശരിക്ക് നമ്മൾ പഠിക്കേണ്ടതാണ്, ഇങ്ങനെ സിനിമ ചെയ്യണമെന്നുള്ളത്. ബിക്കോസ് ഒരു ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു സിനിമ ചെയ്ത് ആ സിനിമ നാളെ സക്സസ് ആയാൽ ഇത് സത്യം പറഞ്ഞാൽ എല്ലാവരും ഇത് കണ്ട് പഠിക്കണം. ഈ സിനിമ പുതുമുഖങ്ങൾ പഴയ മുഖങ്ങളൊന്നുമില്ല. സിനിമ ഇറങ്ങുമ്പോൾ സിനിമ നല്ലതാണെങ്കിൽ അതിന് ഒരു ജനങ്ങളുടെ ഇടയിലേക്ക് സംസാരിക്കപ്പെടുകയാണെങ്കിൽ പിന്നെ അതിനനുസരിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ സിനിമ ചെയ്താൽ മാത്രം പോരാ. പ്രൊമോഷൻസ് ആയാലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾ എല്ലാം കലർന്നു വരുന്നൊരു സംഭവമാണ്. ഈ സിനിമ നല്ല സിനിമയാണ്, അതെനിക്ക് പറയാൻ പറ്റും. ബിക്കോസ് ഞാൻ ഡബ്ബിങ് കണ്ടു, കുറേ ഭാഗങ്ങൾ കണ്ടു. പാട്ടുകൾ എടുത്തു പറയേണ്ടതാണ് ഈ സിനിമയിലെ പാട്ടുകൾ, ഇതൊക്കെ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വിജയ സാധ്യതയുണ്ട്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. എന്താ?